ഹായ്. ഈ വണ്ടി 2016 ക്രിസ്റ്റയാണ്. ഇത് 1.70 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. ഓൾറെഡി പുറത്തെ വണ്ടിയാണ്, നമ്പർ ആയിട്ടുണ്ട്. സ്റ്റോക്കിന് വില 13.5. ഇതിന് ലോണ് അവൈലബിൾ? ലോൺ നമുക്ക് കിട്ടും, മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഒരു 10 രൂപ 12 രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് സാധാരണ ഒരു ക്രിസ്റ്റയിൽ നിന്നൊരു ഡിഫറെന്റ് ആയിട്ടുണ്ടല്ലോ, എന്താണ്? ഈ വണ്ടിയിൽ നമ്മൾ കുറെ അഡീഷണൽ ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഹെഡ്ലൈറ്റ് വരുന്നത് വീടെ ഹെഡ്ലൈറ്റ് ആണ്, ഈ ഓപ്ഷന്റെ ഹെഡ്ലൈറ്റ് വരുന്നത്. പിന്നെ ഫുട്രസ്റ്റ് ഉണ്ട് അഡീഷണൽ, അങ്ങനെ കുറെ എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട് വണ്ടിക്ക്. ഇത് തന്നെ നമ്മുടെ ഇന്നോവ ക്രിസ്റ്റയുടെ രണ്ടാമതും, അത് 2017 വണ്ടിയാണ്, G4 ആണ്. ഇത് 2 ലക്ഷം കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇത് ഡീസൽ വണ്ടിയല്ലേ? ഡീസൽ വണ്ടി. ഇതിന്റെ ഓണർഷിപ്പ് പറഞ്ഞത്? ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ട് ഓൾറെഡി നമ്പർ ആയിട്ടുണ്ട്. പുറത്തെ വണ്ടിയാണ്, നമ്പർ ആയിട്ടുണ്ട്. ഇതിന്റെ ടയർ കണ്ടീഷൻ ഒക്കെ എങ്ങനെയാണ്? ഇതിന്റെ ടയറൊക്കെ ഒരു 18% ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ വണ്ടിക്ക് ഏകദേശം ഒരു എത്ര മൈലേജ് കിട്ടും ഈ ഒരു വണ്ടിക്ക്? ഡീസൽ വണ്ടിക്കൊക്കെ നമുക്കൊരു മാക്സിമം 13. ഓക്കെ, ഈ വണ്ടി കമ്പനി സർവീസ് ആയിട്ടുള്ള വണ്ടി? ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്, സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇതിന് ആക്സിഡന്റ് ഫുഡ് അങ്ങനത്തെ എന്തെങ്കിലും? ഇല്ല, ഒരു ഗ്ലാസ് പോലും ഇതിന് മാറിയിട്ടില്ല. ഫുൾ സർവീസ് ഉള്ള വണ്ടി. ലോൺ കിട്ടും, മാക്സിമം ലോൺ ചെയ്യാം. മാക്സിമം ലോൺ കിട്ടും. ഇത് ചെയ്യുമ്പോൾ ഒരു 14,000 നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ല, നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ അടുത്ത വണ്ടിയിലോട്ട് പോവാം. വീണ്ടും നമ്മൾ ഈ ഇന്നോവ ക്രിസ്റ്റയെ പരിചയപ്പെടുന്നത് 2018 വണ്ടിയാണ്. ഇത് വരുമ്പോ G+ ആണ് വരുന്നത്. ഇത് ഡീസൽ വണ്ടി. ഡീസൽ വണ്ടി. നമുക്ക് ഇതിന്റെ ടയർ കണ്ടീഷൻസ് ഒക്കെ? ടയറൊക്കെ നമുക്കൊരു 17 ഒക്കെ ഉണ്ട്. 17. ഇതിന് ആക്സിഡന്റ് അങ്ങനെ? ഇല്ല, ഫുള്ള് സർവീസ് ഉള്ള വണ്ടിയാണ്. ഫുൾ സർവീസ് ഉണ്ട് വണ്ടിക്ക്. ഓരോ 10,000 സർവീസ് ഉണ്ട്. ഫുൾ സർവീസ് റെക്കോർഡ് അവൈലബിൾ? പ്രൈസ് ഇപ്പൊ ചോദിക്കുന്നത് നമ്മള് ഈ അന്വേഷണ റേറ്റ് ചോദിക്കുന്നത് 13.5 ചോദിക്കുന്നത്. നമ്മള് പിന്നെ കേരള നമ്പർ ആക്കുമ്പോൾ ഒരു 15 രൂപയ്ക്ക് നമ്പർ ആക്കി കൊടുക്കാൻ പറ്റും. അതർ സ്റ്റേറ്റ് വണ്ടിയാണല്ലോ, അപ്പൊ നമുക്ക് ഇതിനകത്ത് ലോൺ എങ്ങനെയാ കിട്ടുക? നമുക്ക് ചില ഫിനാൻസുകാർ നമുക്ക് ഈ ആവശ്യപത്തികൾ വെച്ച് ഈ കണ്ടീഷനിൽ ലോൺ ചെയ്യുന്നുണ്ട്. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഇത് വീണ്ടും ഒരു ഇന്നോവ ക്രിസ്റ്റയാണ്. 2018 G+ വണ്ടിയാണ്. 1.37 കിലോമീറ്റർ ആയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് എടുക്കുന്നത്. പുറത്തെ വണ്ടിയാണ്, നമ്പർ ആക്കിയിട്ടുണ്ട് ഓൾറെഡി. ഇതിന്റെ ടയർ കണ്ടീഷൻസ് ഒക്കെ? ഇതിന്റെ ടയർ 18% ടയർ ഉണ്ട്. ഇത് ഫുള്ള് കമ്പനി സർവീസ് ഉണ്ട്. ഓരോ 10,000 സർവീസ് ഉണ്ട് വണ്ടിക്ക്. മാക്സിമം ഒരു 3-4 ദിവസം കൊണ്ട് ലോൺ റെഡിയാവും, നമ്പർ ആയതുകൊണ്ട്. പ്രൈസ് ചോദിക്കുന്നത് 15,000 ചോദിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ കുഴപ്പമില്ല. നമുക്ക് അടുത്ത വണ്ടി പോകാം. അടുത്ത വണ്ടി ഇന്നോവ ക്രിസ്റ്റയാണ്. 2018 G4 ആണ്. ഇത് 140 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ്, ഇത് സിംഗിൾ ഓണർ ആണ്. ടയർ കണ്ടീഷൻ ഒക്കെ ഒരു 18% ഉണ്ട്. ഈ വണ്ടി ആക്സിഡന്റോ റീപ്ലേസോ അങ്ങനെ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇത് 13.5 ചോദിക്കുന്നത്. അന്വേഷിച്ചിൽ നമ്പർ ആക്കിയിട്ട് നമ്മൾ 14 രൂപ കൊടുക്കണം. ഫൈൻ. അപ്പൊ നമുക്ക് അടുത്ത വണ്ടിയിലോട്ട്. അടുത്ത വണ്ടി നമുക്ക് ഇന്നോവ ക്രിസ്റ്റയാണ്. 2017-18 മോഡലാണ്. ഇത് ഓട്ടോമാറ്റിക്കാണ് വരുന്നത് വണ്ടി. G4 ഓട്ടോമാറ്റിക്. ഇത് എത്ര കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്? ഇത് 1.30 കിലോമീറ്റർ ആവണുള്ളൂ. കമ്പനി സർവീസ്. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണറായിട്ട് കിടക്കുന്നത്. പുറത്തെ വണ്ടിയാണ്. ഇതും ടയർ ഏകദേശം 18% ചോദിക്കുന്നത്. ഫുൾ മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ചോദിക്കുന്ന വില 15,000 ചോദിക്കുന്നത്. നേരിട്ട് വന്ന് സംസാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. അടുത്ത നമ്മൾ ഇന്നോവ ക്രിസ്റ്റയാണ്. 2019 G+. വീണ്ടും നിങ്ങളോ? സിംഗിൾ ഓണർ ആണ്. പ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ഫുള്ള് സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഇതിനകത്ത് അഡീഷണൽ കിറ്റ് കയറ്റിയിട്ടുണ്ടോ? അഡീഷണൽ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ കിറ്റ് സ്കേട്ടിങ് ചെയ്തിട്ടുണ്ട്. ബാക്കിലും ഫ്രണ്ടിലായിട്ട് സ്കേട്ടിങ് ആക്കി വണ്ടി ഫിനിഷിംഗ് ആക്കി. ആ ലോൺ നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഏകദേശം നമുക്ക് ഇത് ചോദിക്കുന്നത് നമ്മൾ 16 ചോദിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നെഗോഷിയേറ്റ് കൊടുക്കാം.